വൻപാർവത നിരയും തന്നിടം വിട്ടു പിന്മാറിയെന്നാലും നീങ്ങുകില്ലവൻ ദയ എന്നിൽ നിന്നതുപോൽ നീങ്ങുകില്ലവൻ ദയ എന്നിൽ നിന്നതുപോൽ നിലനിൽക്കും സമാധാന നിയമവും നിലനിൽക്കും സമാധാന നിയമവും കാണുന്നു ഞാൻ യാഹിൽ എനിക്കാശ്രയമായൊരു ശാശ്വത പാറ കാണുന്നു ഞാൻ യാഹിൽ. കർത്താവിന്റെ പരിശുദ്ധ നാമത്തിന് വീണ്ടും മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിന്റെ വചനത്തിൽ നിന്ന് നാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് നാം വായിച്ച സങ്കീർത്തനം 32-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നത് ലംഘനം ക്ഷമിച്ചും പാപം മറിച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഭാഗ്യവാൻ എന്ന് പറയുമ്പോൾ എന്താണ് ഭാഗ്യം എന്ന് നമ്മൾ ആദ്യമേ തന്നെ ചിന്തിച്ചിരിക്കണം. ലോകത്തിൽ ഒരു മനുഷ്യ ജീവിതം, നമ്മളൊരു വാഹനവുമായിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അതെല്ലാം ഒരു വണ്ടിക്ക് സൈഡ് കൊടുക്കുമ്പോൾ, യാത്ര ചെയ്യുമ്പോൾ, ഒന്ന് ബ്രേക്ക് ചവിട്ടുമ്പോൾ, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എല്ലാം എങ്ങനെയാണ് നമ്മൾ അപകടം കൂടാതെ വീട്ടിലെത്തുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമൊന്നും വേണ്ട, ഭാഗ്യം കൊണ്ട് മാത്രം, വേറൊരു കാര്യമല്ല. മനുഷ്യ ജീവിതം പൂർത്തിയാക്കണമെങ്കിൽ ഭാഗ്യം കൂടാതെ പൂർത്തിയാക്കാൻ സാധിക്കില്ല. കുറച്ച് നാൾ മുമ്പ് ഒരു വാർത്ത വന്നതാണ്. പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടി ചാരിയിരുന്ന് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത ഒരാൾ വന്ന് കളിക്കൂട്ടുകാർ വന്ന് കാലെ പിടിച്ച് വലിച്ചോടുകൂടി ഈ ചാരിയിരുന്ന് വായിച്ചിരുന്ന കൊച്ച് നേരെ വന്ന് അതിൻ്റെ പൂർണ്ണ കട്ടിലിൻ്റെ എഴുകയിൽ തലയുടെ പുറകോശടിച്ചു. അപ്പൊ തന്നെ മരിച്ചു. ചെന്ന് കണ്ടുവരെല്ലാം അതിശയിച്ചു പോയി. വാരിക്കൂട്ടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഇല്ല, ആള് മരിച്ച്. ചെറിയൊരു മുട്ട്, അതായത് അത് എപ്പോഴും പറയും, നമ്മുടെ തലയുടെ പുറകോശം അടിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതൊക്കെയും എല്ലാ ഇതിലും സംഭവിക്കുന്നതാ. അതിന് ഒരാളൊരു ഒരു ഒരു ചരിത്രം പറയും, ഒരാളൊരു അനുഭവം പറയാം. നിങ്ങൾക്ക് മനുഷ്യ ജീവിതത്തിൽ അവൻ ജീവിക്കുന്നത് ഭാഗ്യമെന്നറിയണമെങ്കിൽ മർമ്മം പഠിക്കണം. മർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ പറഞ്ഞത്, അയാൾ അതിനെക്കുറിച്ചൊരു പട്ടിക പറഞ്ഞു. ഏകദേശം 94 മർമ്മം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഇവിടെ നിന്ന് നമ്മൾ പോകുമ്പോൾ, യാത്ര ചെയ്യുമ്പോൾ, ഈ മർമ്മങ്ങൾ മുഴുവനും ഏതെങ്കിലും സ്ഥലത്ത് തട്ടിക്കഴിഞ്ഞാൽ അപ്പം നമ്മളവിടെ വീഴും, ബോധം കെടും, വൈകല്യം വരും, മരണപ്പെടും. ഇങ്ങനെയുള്ള മർമ്മങ്ങൾ ആ ശരീരം മുഴുവനും. ഇതെങ്ങനെ? അപ്പോ സുഖമായിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യൻ മർമ്മം പഠിച്ചു കഴിഞ്ഞപ്പോ കുട്ടികൾ ഓടുന്നത് കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റില്ല. ഒരു സ്ഥലത്ത് വഴക്കുണ്ടാവണോ നിൽക്കാൻ പറ്റില്ല. വണ്ടിയിൽ ബ്രേക്ക് പിടിക്കുമ്പോ ടെൻഷൻ, ഏതെങ്കിലും ഒരു കാര്യം എടുക്കുമ്പോ ആദ്യം വരുന്നു. എന്താ കാരണം? മർമ്മം. കാരണം ഇപ്പൊ ആ മർമ്മത്തേല് ആ ഇതനുസരിച്ച് ശരീരത്തിന്റെ അവസ്ഥ അനുസരിച്ച് ഇപ്പൊ അവിടെ ഒന്ന് മുട്ടാങ്കിൽ തീർന്നു, ആ ജീവിതം തീർന്നു. അപ്പോ അറിയാത്തവർക്ക് കുഴപ്പമില്ല, അറിഞ്ഞവർക്ക് മുഴുവനും ഹൃദയത്തില് വേദനയാണ്. കാരണം മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് ഭാഗ്യം കൊണ്ട് മാത്രം നിൽക്കുന്നതാണ്. പണ്ടുള്ള മാതാപിതാക്കൾ പറയും, കുട്ടികളെ എത്ര ശ്രദ്ധിച്ച് അവര് ജീവിച്ച് എത്ര ശ്രദ്ധിച്ച് നടന്നാലും അവര് വീഴുന്ന എന്നെ വീഴ്ചയാ. അവസാനം അവരൊരു നിഗമനത്തിലെത്തിയിരിക്കുക,
ജാതികളുടെ ഇടയിൽ പറയുന്ന വാക്കാണ്. ഉള്ള വീണാൽ ഭൂമി താങ്ങും. അത്രേ ഉള്ളൂ. താങ്ങണ ആരാന്നുള്ള അവർക്ക് അറിയില്ല. അതുകൊണ്ടാ. ഒരു കൊച്ചു വീണ് കഴിഞ്ഞാൽ ഭൂമി താങ്ങിയേ നിവൃത്തിയുള്ളൂ. കാരണം കൊച്ചു വീഴാതിരിക്കാൻ പറ്റില്ല. മർമ്മത്തിൽ മുട്ട് വരാതിരിക്കാൻ പറ്റില്ല. എന്നിട്ടും അത് ജീവിക്കുന്നത് എങ്ങനെയാ? അത് ഭാഗ്യം കൊണ്ട് മാത്രമാണ്. ഭാഗ്യമില്ലാതെ സാധിക്കില്ല. കഴിഞ്ഞ കുറച്ച് നാള് മുമ്പ് ഇവിടെ നമ്മുടെ അടുത്ത് ഒരു വീട്ടിൽ ഓടിക്കളിച്ചുകൊണ്ടിരുന്ന കുട്ടി ഒന്ന് മുട്ടി, എവിടെയോ മുട്ടി വീണ് കിടക്കുമ്പോ ഈ കൊച്ചിന്റെ അച്ഛന്റെ അച്ഛൻ, അപ്പൻ, വല്യപ്പൻ അവിടെ നിന്നുകൊണ്ട് നിലവിളിക്കുക, എടാ നീ കൊച്ചുകുട്ടിയെ, എടാ നീ ഇങ്ങനെ കിടക്കുന്നത് എന്താടാ? എടാ ഒരു നിന്റെ തലയിൽ ഒരു ശകലം മുട്ടിയതിന് പിള്ളേർ എന്തോരം മുട്ടുന്നടാ, നീ ഒരു ശകലം മുട്ടിയതിന് നീ ഇങ്ങനെ കിടക്കുന്നത് എന്താ? അയ്യോ സഹിക്കാൻ പറ്റില്ല ആ വേദനയും നിലവിളിയും കണ്ടു കഴിഞ്ഞാൽ. എന്ത് സംഭവിച്ചടാ? എടാ ഞാൻ മരിച്ചെങ്കിൽ മതിയായിരുന്നല്ലോ. എന്താ? നിർഭാഗ്യം. ഭാഗ്യമില്ല. കർത്താവിന്റെ വചനം പറയുന്നത് ഇത് ചെല്ലുന്നിടത്തൊക്കെയും അതെ. ഇതറിയണമെങ്കിൽ ശകലം നമ്മൾ തെറ്റണം. ചെല്ലുന്നിടത്ത് മുഴുവൻ പ്രശ്നങ്ങളായി. കഴിഞ്ഞ ദിവസം വണ്ടി കൊണ്ട് പോയി കഴിഞ്ഞപ്പോ ഒരു ഇടി. എന്തുകൊണ്ടാ? നിശ്ചയമായിട്ടും അതിനു മുമ്പേ തന്നെ ഭാഗ്യദോഷത്തിനുള്ള ഏതോ തെറ്റ് ജീവിതത്തിൽ വന്നു കഴിഞ്ഞു. അല്ലാതൊന്നും ദൈവത്തിന്റെ ജനത്തിന് അങ്ങനെ വരില്ല. കാരണം കാല് കല്ലിന്മേൽ തട്ടി പോകരുതെന്നാണ് കർത്താവിന്റെ കൽപ്പന. പിന്നെ അത് വരില്ല. അപ്പൊ ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് ഒരു മനുഷ്യ ജീവിതം ശാരീരികമായിട്ട് നോക്കിയാലും അവരുടെ ഭൗതികമായിട്ടുള്ള ജീവിതം നോക്കിയാലും അവരേത് കാര്യത്തിൽ ഇടപെട്ടാലും ഭാഗ്യം കൊണ്ട് ഞാനിങ്ങ മാറിയ ഉടനെ, ഞാൻ ഒരിക്കലും ഒരു ദിവസം ഒരു സ്ഥലത്ത് രാവിലെ അല്പം വ്യായാമം ചെയ്യുന്ന പ്രവൃത്തിയാണ്. വ്യായാമം ചെയ്യുന്ന പ്രവൃത്തിയിൽ ഞാൻ നോക്കുമ്പോൾ വെളുത്തു വരുന്നതേ ഉള്ളൂ. ഞാനങ്ങ് പോയി കിടന്നപ്പോഴേക്കും അവിടെ തണുപ്പുള്ള സ്ഥല, അട്ടപ്പാടിയുള്ള സ്ഥല, അവിടെ അവര് തീ കത്തിക്കും ചൂടിന് വേണ്ടിയിട്ട്. നല്ല തണുപ്പാ, നമുക്കങ്ങ് വിറയ്ക്കും. അപ്പൊ തീ കത്തിച്ച് ആ തീയുടെ ഇങ്ങനെ തീ കത്തിച്ചു കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നതിന്റെ അടുത്ത് ഇരുന്നാണ് ഈ എക്സസൈസ് ചെയ്യുന്നത്, വ്യായാമം ചെയ്യുന്നത്. ഒരു സമയമായപ്പോഴേക്കും ഈ തീ കത്താതെ അങ്ങ് പുകഞ്ഞണം. തീ കത്താതെ അങ്ങ് പുകഞ്ഞപ്പോഴേക്കും അപ്പോഴും ഞാനിങ്ങനെ വ്യായാമം ചെയ്തുകൊണ്ടിരിക്കുക. കിടക്കും, തലയുടെ പുറകിൽ കൈ കെട്ടി കിടക്കും, എഴുന്നേൽക്കും, നിൽക്കും, മുതലായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുക. ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരാള് രാവിലെ എന്നെ അന്വേഷിച്ച് ചായ കുടിച്ചോ, ചായ വേണോന്ന് ചോദിച്ചു വരുന്നത്. അയാൾ വന്ന് ഇടയ്ക്ക് ടോർച്ച് അടിച്ചപ്പോഴത്തേക്കും ഒരൊറ്റ നിലവിളിയാ. വേഗം അയാളൊരു വടിയോ ഏതാണ്ട് എടുത്തോണ്ട് വന്ന് നോക്കുമ്പോഴേക്കും കാണുന്ന കാഴ്ച, അത് നമ്മൾ അതുപോലൊരു പാമ്പിനെ ഞാൻ കണ്ടിട്ടില്ല. അത്രയും മുഴുത്തൊരു പാമ്പിനെ കണ്ടിട്ടില്ല. ചുരുട്ടി വെച്ച് കഴിഞ്ഞാൽ ഒരു കൊട്ടയിൽ നിറയുന്ന അവരുണ്ട്. ഇതെന്താ സംഭവിച്ചതെന്നറിയാമോ? ഞാൻ തല വെച്ച് കിടക്കുന്ന ആ സ്ഥലത്തായി ഇതിന്റെ ശരീരം മുഴുവൻ. പക്ഷേ സംഭവിച്ചിരിക്കുന്നത് കത്തിക്കാൻ കൊണ്ടുവച്ച ആ നെരിപ്പോട്, ആ തീ കത്താതെ പുകഞ്ഞപ്പോ അവിടെ എല്ലാം പുക വന്നു. പാമ്പിന് പുക സഹിക്കാൻ പറ്റില്ല. ഇതെന്ത് ചെയ്തു? ശരീരം മുഴുവൻ പുറത്ത് കിടക്കുക. ഈ പാമ്പ് തല മാത്രം അവിടെ കണ്ട ഒരു പൊത്തിലേക്ക് തള്ളി കയറ്റി അടച്ച് അങ്ങനെ ഇരിക്കുക. ശരീരം മുഴുവൻ ഇങ്ങനെ കിടക്കുക, ഒറ്റ കൊട്ട. അവിടെ ഇരുന്നുകൊണ്ട് ചിന്തിച്ചു പോയി, ദൈവമേ, ഞാൻ അതിന്റെ തലയിലാ കിടക്കണം, ഞാൻ അതിന്റെ തലയിലാ വെക്കുന്നത്. ഇത് പുകച്ചതാരാ? ഈ പുക കൊണ്ട് ഇത് സഹിക്കാൻ പറ്റാതെ പൊത്തിലേക്ക് തല വെച്ചത് എങ്ങനെയാ? ഒറ്റ ഉത്തരവേ ഉള്ളൂ, ഭാഗ്യം. കർത്താവിന്റെ വചനം പറയുന്നത് ജീവിതം അത് ഭക്തന്റെ ആയിരുന്നാലും അഭക്തന്റെ ആയിരുന്നാലും
ജീവിതം അവസാനിപ്പിക്കുന്നതുവരെയും ഇത് പൂർത്തിയാക്കണമോ? ഭാഗ്യം കൂടാതെ സാധിക്കില്ല. ഭാഗ്യം കൂടാതെ സാധിക്കില്ല. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ഭാഗ്യവശാൽ അവൾ ബോസിന്റെ വയലിലായിരുന്നു ചെന്ന് പെട്ടത്. ബോസിന്റെ വയലിൽ ഭാഗ്യവശാൽ ചെന്ന് പെട്ടു. വേറെ ഏതെങ്കിലും സ്ഥലത്ത് ചെന്നെങ്കിലോ? എന്നാൽ അതിനു മുമ്പ് അവൾ ഭാഗ്യം, ആ ഭാഗ്യത്തിന് തക്കവണ്ണം അവളുടെ ജീവിതത്തിൽ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇതുപോലെ കർത്താവിന്റെ വചനം പറയുന്നത് ചില മനുഷ്യരെ സംബന്ധിച്ച് ചില മനുഷ്യരെ സംബന്ധിച്ച് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അവന്റെ ചെറുപ്പം മുതൽ, ബാല്യം മുതൽ അത് കഷ്ടകാലം പിടിച്ചവന്, ഭാഗ്യദോഷി. എവിടെ ചെന്നാലും സമൃദ്ധിയുള്ളിടത്ത് അവൻ ചെന്നോ, അന്ന് പട്ടിണിയായിരിക്കും. ഏത് നല്ല നിലയിൽ അവൻ നല്ല നിലയുള്ളിടത്ത് ചെന്നോ, അവിടെ പ്രശ്നങ്ങളായിരിക്കും. കാരണം ഭാഗ്യമില്ല. ദൈവത്തിന്റെ വചനം പറയുന്നത് ഇതിലൊക്കെയും പ്രധാനപ്പെട്ട കാരണം എന്താണ്? വചനം പറയുന്നത് മനുഷ്യന്റെ പ്രവൃത്തി, തലമുറകളായി കിടക്കുന്ന പ്രവൃത്തി, ദോഷങ്ങൾ മുഴുവനും ഈ രക്തത്തിലുണ്ട്, മനുഷ്യന്റെ രക്തത്തിലുണ്ട്. സകല പാപവും സകല ദോഷവും ഇതുള്ളിടത്തോളം കാലം ഓരോ സന്ദർഭത്തിൽ ഭാഗ്യം വരുന്നതിന് പകരം നിർഭാഗ്യം വരും, അല്ലെങ്കിൽ ഭാഗ്യം നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ടാണ് യോബിന്റെ പുസ്തകം പറയുന്നത് അവരുടെ ഭാഗ്യം അവർക്ക് കൈവശമല്ല. ഭാഗ്യമില്ല. ഓ, നീ എന്തൊരു ഭയങ്കര ഇതായിപ്പോയടാ. ഇവിടുന്ന് ഭോപ്പാലില് വടക്കേന്ത്യയിൽ ഒരാൾ പോയി, ജോലിക്ക് പോയി, വിളിച്ചു പോയി, അവിടെ ചെന്ന് എല്ലാം കഴിഞ്ഞ് കുറച്ച് ദിവസം നിന്ന് ബാങ്കിലെ ഒരു ടെസ്റ്റാ കിട്ടിയില്ല, അവിടെ കിട്ടിയില്ല, പേപ്പർ കിട്ടിയില്ല. അപ്പോൾ വരാൻ താമസിച്ച് കഴിഞ്ഞപ്പോൾ ഇനി നോക്കിയിട്ട് കാര്യമില്ല എന്ന് എല്ലാവരും പറഞ്ഞു. വണ്ടി കയറി, ഇന്നത്തെ പോലെ ഇങ്ങനെ അറിയിപ്പുകൾ, കമ്മ്യൂണിക്കേഷൻസ് ഉള്ള സമയമല്ല. ഇങ്ങ് കയറി അന്ന് ബാങ്കിൽ നിന്ന് ഓർഡർ വന്ന് ചെല്ലാൻ പറഞ്ഞു. അദ്ദേഹം 3 ദിവസം എടുത്ത് ഇവിടെ വരാൻ. ഇവിടെ വന്ന് 3 ദിവസം കഴിഞ്ഞപ്പോഴേക്കും അത് ക്യാൻസൽ ആയിപ്പോയി. ഭാഗ്യമില്ല. എന്നാൽ കർത്താവിന്റെ വചനം പറഞ്ഞത് ആയുഷ്കാലമൊക്കെയും നന്മയും കരുണയും നിന്റെ ആയുഷ്കാലമൊക്കെയും നിന്നെ പിന്തുടരുവാൻ തക്കവണ്ണം ഭാഗ്യം നിനക്കുണ്ടാകും. എങ്ങനെ? ജീവിതത്തിൽ കിടക്കുന്ന ലംഘനം, അകൃത്യം, പാപം ഇവ അങ്ങോട്ട് മായ്ച്ചു കളഞ്ഞാൽ, കർത്താവ് അതങ്ങ് മായ്ച്ചു കളഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്നറിയാവോ? എന്ത് സംഭവിക്കും? 36-ാമത്തെ യോബിന്റെ പുസ്തകം 7-ാം വാക്യം മുതൽ നമ്മൾ വായിക്കുന്നത് പ്രകാരമാണ്. വേഗം വായിക്കാം. 36-ന്റെ 7. ദൈവം നീതിമാന്മാരിൽ നിന്ന് കടാക്ഷം മാറ്റുന്നില്ല. എപ്പോഴും നീതിമാനെ നോക്കിക്കൊണ്ടിരിക്കും. എന്തിനു വേണ്ടിയിട്ടാ? അവൻ ചെല്ലുന്നിടത്തൊക്കെയും ഭാഗ്യമായിരിക്കും. നീതിമാന്മാരിൽ തന്നെ കടാക്ഷം മാറ്റുന്നില്ല. അവരെ ഏറ്റവും ഉന്നതമായ പദവിയിൽ അവൻ ഇരുത്തുന്നു. എന്നേക്കും അവർ ഉയർന്നിരിക്കുന്നു നീതിമാന്മാര്. ഇത് കഴിഞ്ഞതിന് ശേഷം അവരുടെ ജീവിതത്തില് തെറ്റുകളും കുറ്റങ്ങളും വന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അവർ ചങ്ങലകൾ ബന്ധിക്കപ്പെട്ടു, ബന്ധനം വന്നു. കഷ്ടതയിലായി. നിന്റെ ജീവിതത്തിൽ വന്നിരിക്കുന്ന തെറ്റ്, ഈ ഭാരം, ഈ വേദന, ഈ കഷ്ടത നിനക്ക് വന്നത് എന്തുകൊണ്ടാണെന്നറിയാവോ? ഇന്ന തെറ്റുകൾ കൊണ്ടാണെന്ന് അവൻ നിനക്ക് കാണിച്ചു തരും. അവർക്ക് കാരണം നീതിമാന്മാരിൽ നിന്റെ കടാക്ഷം മാറ്റാതെ നിന്നെ നടത്തിക്കൊണ്ട് പോകുന്ന നാളിൽ നിനക്ക് ഒന്നിനും കുറവില്ലായിരുന്നു. പക്ഷെ ഇന്ന് സകലത്തിനും മുട്ട. ഇതാണ് നിന്റെ തെറ്റെന്ന് കർത്താവ് പറഞ്ഞു കൊടുക്കും. ചെവിയില് കർത്താവ് രാത്രി ദർശനങ്ങളാൽ അറിയിച്ചു കൊടുക്കും. നീ ചെയ്തത് തെറ്റായിപ്പോയി, നിന്റെ ജീവിതത്തിൽ പിഴവ് കിടക്കുന്നു, അതങ്ങോട്ട് മാറ്റണം, വിട്ടുതിരുവാൻ കൽപ്പിക്കുന്നു. കേൾക്കണം. കേട്ടനുസരിച്ചാൽ ശരിയാണ്. കർത്താവെ, തെറ്റുപറ്റിപ്പോയി, ഞാൻ ലംഘനം ചെയ്തു പോയി. ആദാമിനെ പോലെ മാർബിൽ കപടം, പാപം മറച്ചു വയ്ക്കരുത്. ലംഘനം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണമെങ്കിൽ കരുണ ലഭിക്കുന്ന. കർത്താവെ, തെറ്റിപ്പോയി,
കുറവ് വന്നുപോയി എന്ന് സമ്മതിച്ച് ക്രമീകരണം പ്രാപിച്ചാൽ തങ്ങളുടെ നാളുകളെ ഭാഗ്യത്തിലും ആണ്ടുകളെ ആനന്ദത്തിലും കഴിച്ചു കൂട്ടും. ഭാഗ്യവും ആനന്ദവും ഇത് രണ്ടും ഇല്ല, സഭയിലില്ല, സഭാജനത്തിലില്ല. ഇത് രണ്ടും ഇല്ലെന്ന്. ഈ രണ്ട് കാര്യം ഏതൊക്കെ? ഭാഗ്യവും ആനന്ദവും. ഈ രണ്ട് കാര്യങ്ങൾ ദൈവജനത്തെ വിട്ടുമാറിയിരിക്കുക. കാരണം എന്താ? കാരണം ന്യായവിധി ദൈവഗൃഹത്തിൽ ആരംഭിപ്പാൻ സമയമായി. മുഖത്ത് എവിടെ നോക്കിക്കോ, ദൈവജനത്തിന്റെ മുഖത്ത് നോക്കിക്കോ, അധിക സ്ഥലത്തും വിഷാദമാണ്, ആനന്ദമില്ല. ആനന്ദമില്ല. ചിലയിടത്ത് മുഴുവൻ പ്രശ്നങ്ങളാ, കഷ്ടമാണ്, നിർഭാഗ്യമാണ്. അങ്ങനെയല്ല. പിഴവില്ലെങ്കിൽ, ലംഘനങ്ങളും അകൃത്യങ്ങളും കർത്താവ് മായിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയല്ല. മുഖത്ത് നോക്കിയാൽ അറിയാം ആനന്ദം. മുഖത്ത് നോക്കിയാൽ ആനന്ദം കാണും. ചെല്ലുന്നിടത്ത് ഭാഗ്യവും ഉണ്ടാകും, മാറ്റം ഉണ്ടാകുകയില്ല. കർത്താവ് സ്തോത്രം. ഒരു കാര്യം അടിസ്ഥാനപരമായിട്ട് നമ്മൾ ചിന്തിച്ചു കൊള്ളണം. ഒരു മനുഷ്യൻ ഈ ആയുഷ്കാലം പൂർത്തിയാക്കണമെങ്കിൽ, അവനെന്തെങ്കിലും സാധിക്കണമെങ്കിൽ അവന് ഭാഗ്യം കൂടാതെ സാധിക്കുകയില്ല. ഭാഗ്യത്തെ തടുത്തു കളയുന്നതാണ് അവനിലുള്ള അകൃത്യങ്ങളും പാപങ്ങളും. ഇന്ന് കർത്താവിനോട് നമുക്ക് അപേക്ഷിക്കാനുള്ളത്, കർത്താവേ, ദൈവമേ, എൻ്റെ ജീവിതത്തിൽ കിടക്കുന്ന സകല ദോഷങ്ങളും അകൃത്യങ്ങളും പരിഹരിപ്പാൻ കഴിവുള്ള കർത്താവിൻ്റെ നാമത്തിലാണ് ഇന്ന് ഞങ്ങൾ മുട്ടുകളെ മടക്കുന്നത്. ഇന്ന് മുതൽ ഞങ്ങളുടെ ജീവിതം ഭാഗ്യത്തിലും ആനന്ദത്തിലും, ആനന്ദത്തിലും ഭാഗ്യത്തിലും, ഭാഗ്യത്തിലും ആനന്ദത്തിലും തന്നെ കഴിച്ചു കൂട്ടുവാൻ തക്കവണ്ണം ഞങ്ങളുടെ അകൃത്യങ്ങൾ, ഞങ്ങളുടെ കുറ്റങ്ങൾ, കുറവുകൾ മായ്ക്കണമെന്നുള്ള പ്രാർത്ഥനയോടെ ഇന്ന് കർത്താവിന് നമുക്കായിരിക്കാം. വിശദീകരണത്തിന് നിരവധി കാര്യങ്ങളുണ്ട്, എന്നാൽ അതിലേക്കൊന്നും ഇപ്പോൾ പോകുന്നില്ല. നമുക്ക് മുട്ടുകളെ മടക്കാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ദൈവമേ, നീതിമാന്മാരിൽ നിന്ന് തൻ്റെ കടാക്ഷം മാറ്റാതെ അവർക്ക് എപ്പോഴും ആനന്ദവും ഭാഗ്യവും നൽകി കൊടുക്കുന്ന ദൈവം, കുറവുകളും കുറ്റങ്ങളും വരുമ്പോൾ കർത്താവ് ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് കർത്താവെ ആനന്ദവും ഭാഗ്യവും നഷ്ടപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ജനത്തിനു വേണ്ടി കർത്താവ് നൽകിയിരിക്കുന്ന ആലോചന പ്രകാരം കർത്താവ് ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും ഞങ്ങളുടെ ഭാഗ്യം ഞങ്ങൾക്ക് തിരികെ തരുവാൻ, എൻ്റെ കർത്താവെ, ഞങ്ങളുടെ ആനന്ദം ഞങ്ങൾക്ക് തിരികെ വരുവാൻ കർത്താവെ അവിടുന്ന് പ്രസാദിക്കേണ്ടതിന് വേണ്ടി നാഥ ഞങ്ങൾ പ്രാർത്ഥിക്കും. ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി അവിടുന്ന് വലിയ പ്രവർത്തിക്കുന്ന ദൈവമായിരിക്കുന്നുണ്ട്. കർത്താവിനെ സ്തുതിക്കുന്ന പിതാവേ, കാത്തുകൊള്ളണമേ. ഇന്നത്തെ ആരാധനയെ കർത്താവ് അംഗീകരിക്കണമേ, സ്വീകരിക്കണമേ. ഇനിമേൽ ഞങ്ങളുടെ ജീവിതത്തിൽ രക്ഷയുടെ സന്തോഷം നഷ്ടപ്പെടാനോ ഭാഗ്യം നഷ്ടപ്പെടാനോ ഇടവരില്ല ദൈവമേ. യേശുവേ, കാത്തുകൊള്ളണമേ, കാത്തുകൊള്ളണമേ കർത്താവേ, കാത്തുകൊള്ളണമേ ദൈവമേ. ഭാഗ്യമില്ലാതെ ജീവിക്കാൻ സാധിക്കുകയില്ല. ഈ ലോകത്തിൽ ഞങ്ങളുടെ ജീവിതം തന്നെ ഭാഗ്യമാണ്. അത് നിലനിൽക്കണമെങ്കിൽ ഭാഗ്യം വേണം. അത് ധന്യമായി തരണമെങ്കിൽ ഭാഗ്യം വേണം. കർത്താവിൻ്റെ കൃപയാൽ മാത്രമേ അത് സാധിക്കൂ. അതുകൊണ്ട് ഞങ്ങളുടെ ഭാഗ്യത്തെ തടയുന്ന ഞങ്ങളുടെ പിഴവുകൾ, കുറ്റങ്ങൾ, കുറവുകളൊക്കെയും പരിഹരിച്ച് ഞങ്ങൾക്ക് ആനന്ദവും ഭാഗ്യവും തിരികെ തരേണ്ടതിന് വേണ്ടി ഇതാ ഞങ്ങൾ പ്രാർത്ഥിക്കും. കാത്തുകൊണ്ട് അനുഗ്രഹിക്കണം. അവസാനമായിട്ട് പോയി പ്രാർത്ഥിക്കും.